ഇതെവിടെ പോയി വരിക? അമ്പലത്തിൽ. ഇതെന്താ കറുപ്പ് ഷർട്ട്? നീ ആണെങ്കിൽ കരിങ്കൊടി കാണിക്കാൻ പോയതാണോ? അല്ല, അമ്പലത്തിൽ പോയതാ. അമ്പലത്തിലാ? ആ, അമ്പലത്തിൽ. ഏതമ്പലം? ഇവിടെ പുതിയൊരു അമ്പലം തുടങ്ങി. ഇന്നായിരുന്നു ഉദ്ഘാടനം. ഞാൻ അറിയാത്ത ഉദ്ഘാടനോ? അതെപ്പം? കുറച്ചു മുന്നേ, അരമണിക്കൂറായതേ ഉള്ളൂ. അവിടെ നീ എന്തിനു പോയി? ഞാൻ ഉദ്ഘാടനിക്കാൻ പോയി. ഹണി റോസ് വന്നു. ഇപ്പം അമ്പലത്തിലൊക്കെ സിനിമാ നടികളൊക്കെ ആണോ ഉദ്ഘാടനം ചെയ്യുന്നത്? ട്രെൻഡ് മാറി, അറിഞ്ഞില്ലേ? ഇമാരി പുല്ലുകളൊന്നും നീ പറയത്തില്ലല്ലോ, വെറുതെ അണിഞ്ഞൊരുക്കി നടക്കും. എന്താ അവിടെ തനിക്ക് വേണ്ടേ? ഞാൻ കാര്യം ചോദിച്ചതല്ലേ. എന്താണ്? നിനക്കെന്താ ഒരു ഇരച്ചേറ്റം? വേറെ ഒരു പണിയൊന്നുമില്ലേ? രാവിലെ എൻ്റെ മിക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ കാര്യം ചോദിച്ചല്ലേ. ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോയെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അമ്പലത്തിന് എന്തിനാ പോകുന്നത് അറിയത്തില്ല, പിന്നെ ഇതിന് ആയിക്കോട്ടെ ചോദിക്കണേ. ഞാൻ ചോദിക്കോ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല. ആ, വർക്കിലെ വീട്ടിൽ താമസിക്കുമ്പോ വർക്ക് ചോദിക്കുന്നതിനൊക്കെ മണി പോലെ ഉത്തരം പറയണം. ആ, എന്റെ ഇവിടുന്ന് ഇങ്ങനെ പെരുത്ത് കയറി വന്നിരിക്കുക, അറിയാലോ? ഇത് ഇവിടെ നിന്ന് ഒരു അടിപൊട്ടിയല്ലോ, താൻ ആ പറമ്പിൽ പോയി കിടക്കും. അപ്പൊ മനുഷ്യന് ഇവിടെ തലയ്ക്ക് പ്രാന്തം പിടിച്ച ഒരു തേപ്പും കിട്ടിയിട്ടാ വരുന്നത്, മനസ്സിലായോ? അപ്പൊ നീ വാർക്കപ്പണിക്കാണോ പോയത്? ഇവിടെ നീയല്ലേ ഇപ്പൊ തേപ്പാണെന്ന് പറഞ്ഞത്? തന്നെ ഞാൻ ഉപേക്ഷിച്ചടോ. താൻ പോ, വിട്ടുപോ. എടേ പക്കിയ, ഇവനൊന്നും നന്നാവത്തില്ല. സെറ്റായതല്ല, അവൻ വരുന്നുണ്ട്. അവൻ വർക്കിനായിട്ട് എന്തോ ഉടക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. അവൻ വരുന്നേ ഞാൻ എന്താ വേണ്ട? നീ എന്തിനാ എന്റെ ഉറക്കം കളയുന്ന? അവൻ വരുന്നേന് അല്ലെന്ന്, അവനിപ്പോ പോയ കാര്യങ്ങളും ഇപ്പൊ അവിടെ നടന്ന കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാന്ന്. എനിക്കൊന്നും കേൾക്കണ്ട അവന്റെ കാര്യം. അങ്ങനെ പറയരുത്, ഇത് കാര്യങ്ങൾ കേൾക്കണം, ഇത് അറിഞ്ഞു വെക്കണം. എവിടെ അവൻ ഏതോ പെണ്ണിനെ കാണാൻ പോയി, ഞാൻ എന്തിനാ അത് കേൾക്കാൻ നിക്കുന്നേ? എനിക്ക് വേറെ പണി. മനസ്സെന്താണെന്ന് അറിഞ്ഞു വെക്കണമല്ലോ. ഞാനിപ്പ ശരിയാക്കി തരാം. സുഖാടാ, ഇരിക്കെ. നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ടെമ്പിൾ ഡേറ്റിംഗ് ഒക്കെ? ഏത് ടെമ്പിൾ ഡേറ്റ്? അപ്പൊ മറ്റേ MA ഫസ്റ്റ് ക്ലാസ്സോ BCom ഫസ്റ്റ് ക്ലാസ്? ഞാൻ രാവിലെ ഒന്ന് സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോയത്. അയ്യോ, സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ കറുപ്പും വെള്ളാക്കിയിട്ടുണ്ടാണല്ലോ അമ്പലത്തിലോട്ട് പോകുന്നത്. പിന്നെ ആണ്ട് മറ്റേ നിത്യയെക്കാളും ഭയങ്കര സുന്ദരിയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ ആ പെങ്കൊച്ച് എന്തായി പോയിട്ട്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മിണ്ടിയ സംസാരിച്ചായിരുന്നു എന്തെങ്കിലും? പറ്റിക്കാൻ പറഞ്ഞതാ. പറ്റിക്കാൻ പറഞ്ഞത്. അല്ല, വേറെ എന്തൊക്കെ ചെയ്തായിരുന്നു? നീ ഫോണിൽ 24 മണിക്കൂർ തുള്ളിക്കൊണ്ടിരിക്കണ ഞാൻ കേൾക്കുന്നതല്ലേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ട് നീ ആരോടെ ഈ പറയണേ? എടാ നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇവൻ പറയണ കേട്ടോണ്ടിരിക്കും. ഇവൻ ആരെ കാണാൻ പോയത് നിനക്കെന്താ? എനിക്കെന്താ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? അമ്പലം എന്നൊക്കെ പറഞ്ഞ വിശുദ്ധിയല്ല, നീ അമ്പലത്തിന്റെ വിശുദ്ധി കൂടെ കളയോടെ. എന്തുവായത് ഇപ്പോഴത്തെ? ഞാൻ ആരെയും കാണാൻ പോയതൊന്നും അല്ല. അല്ലേ? ഞാൻ ദേവിയെ കാണാൻ പോയത്. അയ്യോ, അവനെ ദേവി വന്നിട്ട് ഉമ്മ എന്നോ? എന്ത് ഒന്നും നടന്നില്ല. എന്ത് നടന്നില്ലെന്ന്? 10 വിളിച്ച് എന്തിനാന്നറിയോ? എന്തിനാ വിളിച്ചത്? അവളുടെ കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്റെ സമയമായിരുന്നടാ അത്. കല്യാണത്തിന് വിളിച്ചോടാ അവള്. അവളുടെ കല്യാണത്തിനാ? നിനക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ പറഞ്ഞില്ലേ? നിനക്കിത് വേണം, നിനക്കിത് കിട്ടണം. അമ്പലത്തിന് സമാധാനമില്ല, വീട്ടിലെ സമാധാനമില്ല. കൊറേ നാളുകളായിട്ടും ഇതിന് പട്ടണ്ട. ചുമ്മാ അല്ല നവൻ തേച്ചത്. കുഴപ്പമുണ്ട്. അയ്യോ അയ്യോ, ഒരു മെഴുകുതിരി കത്തിക്കടോ. അയ്യോ
നിത്യയെക്കാളും ഭയങ്കര സുന്ദരിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ ആ പെങ്കൊച്ച് എന്തായി? അവളുടെ കല്യാണത്തിനാ നിനക്ക് അങ്ങനെ തന്നെ വേണം, ഞാൻ പറഞ്ഞില്ലേ. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെൻസസ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നേ. പേരെന്തായിരുന്നു? എന്താ പേര്? അല്ല ചേട്ടന്റെ പേര്. എൻ്റെ പേരോ? ആ കിരൺ. കിരൺ നായർ. അല്ല നായർ വേണ്ട, കിരൺ വർമ്മ. വർമ്മ ഒരു പവറുണ്ട്. ഈ വീട് എൻ്റെ സ്വന്തം വീട്. നമ്പർ എത്രയാ? എത്രയാ? അല്ല വീട്ടിലെയോ? ആ ആൾക്കാരുടെ നമ്പർ എത്രയാ? ആൾക്കാരുടെ നമ്പർ 4 പേര്. എവിടെ പഠിക്കുന്നേ? ഏത് കോളേജിലാ? ഞാൻ പഠിക്കുമല്ലോ. കണ്ടാൽ അത്ര കോളേജ് കുട്ടി. ഇൻസ്റ്റയിലുണ്ടോ? ഇല്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. ഈ വീട്ടില് മെയിൻ ചേട്ടൻ. ഞാനാണ് മെയിൻ. എന്താ അങ്കിളെ വരാൻ പറഞ്ഞേ? സുന്ദരിയായിട്ട് നല്ല ഡ്രസ്സാണല്ലോ. നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. പുതിയതാ. ഞാൻ വിളിപ്പിച്ചതേ ആ. ഒരു കാര്യം പറയാനാ. പറയേ. നമ്മളെ ഈ വീട്ടിലെ ആ. ഭക്ഷണ രീതിയൊക്കെ ഒന്ന് മാറ്റണം. ഇവിടുത്തെ ഭക്ഷണ രീതിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ ക്ലാരയോട് പറഞ്ഞിട്ടുണ്ട്, അവള് സമ്മതിച്ചിരില്ലെന്നേ. എന്താ വേണ്ട അങ്കിളിന് പറ. എനിക്കേ ഒരു പൊറോട്ട വാങ്ങിയിട്ട് അതില് ഒരു പഴംപൊരി വെച്ച് ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ ചുരുട്ടണം. എന്നിട്ട് ഒരു ബീഫ് മസാല അതിങ്ങനെ ഇങ്ങനെ കറക്കി ബീഫ് അങ്ങനെ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം. അതൊരു പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ബോളിലേക്ക് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എന്തൊക്കെ ഈ പൊറോട്ട പഴംപൊരി ഇങ്ങനെ മടക്കിയല്ലോ, എന്നിട്ട് അതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഉളി തോന്നും. ഇതാണ് അങ്കിളിന് ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ ഇതാണ്. ഇതിനാണ് അങ്കിൾ ഇത്ര വിഷമിക്കുന്നേ. ഞാൻ അവിടുത്തെ പറഞ്ഞു ഒന്നും നടപ്പിലാവില്ല. ഇതിനൊക്കെ അങ്കിൾ എന്തിനാ ക്ലാരാൻറ്റീന്റെ കാല് പിടിക്കാൻ പോകുന്നത്? എന്നോട് ചോദിച്ചാ പോരെ? ആണോ? അങ്കിളിന് എത്ര പഴംപൊരി വേണം? ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പൊറോട്ടയും ഒരു പഴംപൊരിയും ഒരു ബീഫ്. ഒരു ബീഫ്. വാർഷിക വരുമാനം എത്രയായിരുന്നു? വാർഷിക വരുമാനം ആനുവൽ ഇൻകം. ആയാ അത് ഈ വീട്ടിലെ പുല്ലുകൾ കണ്ടില്ലേ, ഇത് വെട്ടി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. കൊട്ടി ഒരു 1000 രൂപ കഴിഞ്ഞാൽ മതി. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. എത്ര വയസ്സായി? എടോ ഞാൻ തൻ്റെ സെൻസസ് എടുക്കാനാണ്, I know. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ? കുട്ടികൾ എന്തെങ്കിലും ഉണ്ട്? ഞാൻ മാരീഡ് അല്ല, ഞാൻ സിംഗിൾ ആണ്. അങ്ങനെ കുട്ടികളോ? എന്താ ചോദിച്ചു? വീട്ടില് കുട്ടികൾ? വീട്ടിൽ കുട്ടികളില്ല, ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ ഏറ്റു. എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്ത് തരാം. ആരോട് പറയണ്ട. ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ. എന്റെ തടിയോട് ഒരു കുശുമ്പ. തടിയോടല്ല, ഈ സൗന്ദര്യത്തിനോടാണ് കുശുമ്പ്. അങ്കിൾ വിഷമിക്കണ്ട. ഇനി എന്ത് കഴിക്കണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ സെറ്റ്. വിരോധം അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റേ ദിവസവും എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് ഞാൻ കുട്ടിയുടെ വീട്ടിലേക്ക് ഒരു പ്രപ്പോസൽ കൊണ്ട് വന്നോട്ടെ?